ഹായ്, ഐം ഡോക്ടർ വാഷ ആൻഡ് വെൽക്കം ടു ഡോക്ടർ വാഷാസ് ഐ സ്പേസ്. നമ്മളിന്ന് സംസാരിക്കുന്നത് ഗർഭിണിയായിരിക്കുമ്പോൾ 24 to 28 ആഴ്ചയുടെ ഇടയ്ക്ക് ചെയ്യുന്ന ഗ്ലൂക്കോസ് ടെസ്റ്റിനെ കുറിച്ചാണ്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എന്നാൽ ഇത് എന്തിനാണ് ചെയ്യുന്നത്, എന്താണ് ആ 24 to 28 ആഴ്ചയിൽ ചെയ്യാനുള്ള കാരണം, പിന്നെ ചെയ്യാതിരുന്നാലുള്ള ബുദ്ധിമുട്ടുകൾ, ആർക്കൊക്കെയാണ് ഇത് ചെയ്യാതിരുന്നാൽ കൂടുതൽ എഫക്റ്റ് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് എന്താണ് ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് അഥവാ OGTT എന്ന് നോക്കാം. ഇത് നമ്മൾ ഗ്ലൂക്കോസ് ഒരു ഇത്ര നിശ്ചിത ഗ്രാമിൽ കൊടുത്തിട്ട് അതിനുശേഷം 1 hourന് ശേഷം നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിലൂടെ നമുക്ക് ഈ പ്രഗ്നൻസി ടൈമിൽ ഡയബറ്റിസ് വന്നിട്ടുണ്ടോയെന്ന് ഓർ ജസ്റ്റേഷണൽ ഡയബറ്റിസ് നിങ്ങൾക്ക് ഉണ്ടോയെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പിന്നെ എന്തുകൊണ്ടാണ് ഈ ടൈമിൽ ചെയ്യുന്നതെന്ന്, 24 to 28 ആഴ്ചയിലിടക്കാണ് നമ്മുടെ ഗർഭകാല ഹോർമോണുകളുടെ നമ്മുടെ ഇൻസുലിൻ്റെ പ്രവർത്തനത്തിനെ കുറയ്ക്കാൻ തുടങ്ങുക. അപ്പോൾ ഈ ടൈമിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് പ്രോപ്പറായിട്ട് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. 75 ഗ്രാം ഗ്ലൂക്കോസ് കൊടുത്തതിന് ശേഷം അത് നമ്മൾ വെള്ളത്തിൽ കലക്കി കൊടുത്തതിന് ശേഷം 1 hourന് ശേഷം നമ്മൾ ടെസ്റ്റ് ചെയ്യും. ചിലപ്പോൾ ഈ ടൈമിൽ തന്നെ ഫാസ്റ്റിങ്ങും അതുപോലെ തന്നെ പോസ്റ്റ് പ്രാൻഡിയൽ ഫുഡിന് 2 മണിക്കൂർ ശേഷമുള്ളതും ടെസ്റ്റ് ചെയ്തിട്ടാണ് ഡോക്ടർ ഒരു കൺക്ലൂഷനിലെത്തുക. ഇത് പ്രോപ്പർ ഗൈഡൻസിൽ തന്നെയായിരിക്കും ചെയ്യുക. അതുപോലെ നമ്മൾ ആർക്കൊക്കെ ഇത് റിസ്ക് കൂടുതലാണെന്ന് നോക്കാം. നമ്മളിത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഫാമിലിയിൽ ഡയബറ്റിസ് ഉണ്ട്, അല്ലെങ്കിൽ പ്രീവിയസ് ഡെലിവറിയിൽ കുട്ടിക്ക് ഓവർ വെയിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് ഡയബറ്റിസ് ഉണ്ട് എന്നിട്ട് നിങ്ങളിത് ഇല്ലാതെ ആ വാല്യൂ തന്നെ പോകുന്നുണ്ടാകും, കുഴപ്പമില്ല എന്ന് വെച്ചിട്ട് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കണ്ടീഷനിലൊക്കെയാണ് നമുക്ക് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവുക. അപ്പോൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റേഷണൽ ഡയബറ്റിസ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും നോക്കാം. കുട്ടിക്ക് ചിലപ്പോൾ വെയിറ്റ് കൂടുതലായിട്ട് വരാം. അതുപോലെ തന്നെ പ്രീമച്വർ ഡെലിവറി, സാധാരണ ഒരു ഡേറ്റ് പറഞ്ഞിട്ടില്ല, അതിനേക്കാളും ഒരുപാട് മുന്നേ നമുക്ക് ഡെലിവറി നടക്കാം. അതുപോലെ തന്നെ ഭാവിയിൽ കുട്ടിക്ക് ലോ ഷുഗർ ഉണ്ടാവാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സിസേറിയൻ ഡെലിവറി ആവാനുള്ള ചാൻസസും കൂടുതലാണ്. ഇതൊക്കെ കൊണ്ടാണ് പ്രോപ്പർ മോണിറ്ററിങ് വേണമെന്ന് പറയാം. പിന്നെ യാതൊരു സിംറ്റം ഇല്ലാതെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ജസ്റ്റേഷൻ ഡയബറ്റിസ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നോർമലി പ്രഗ്നൻസി ടൈമിൽ ചില സിംറ്റംസ് ഉണ്ടാകുന്നില്ലേ, കൂടുതലായിട്ട് യൂറിൻ പാസ് ചെയ്യാൻ തോന്നുക, ദാഹം കൂടുതലായിട്ട് തോന്നുക, ക്ഷീണം തോന്നുക, ഇതൊക്കെ നമ്മൾ എന്ത് വിചാരിക്കുക, പ്രഗ്നൻ്റ് ആണല്ലോ, അതുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ നമ്മളങ്ങ് ഒഴിവാക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ഡോക്ടർ പറയുന്ന ടൈമിൽ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ ഇൻസുലിൻ എടുക്കാൻ പറയുകയാണെങ്കിൽ അതും എടുക്കാം. പ്രഗ്നൻസി ടൈമിൽ ഇൻസുലിൻ എടുക്കാവോ എന്നുള്ള ഡൗട്ട് കേട്ടിട്ടുണ്ട്. ആ ഒരു ഡൗട്ടിൻ്റെ ആവശ്യമില്ല, കാരണം നമുക്ക് വേണമെങ്കിൽ മാത്രമേ ഡോക്ടർ അത് പ്രിസ്ക്രൈബ് ചെയ്യുള്ളൂ. അതുകൊണ്ട് പ്രിക്കോഷൻസ് പ്രോപ്പറായിട്ട് എടുത്തു കഴിഞ്ഞാൽ കുട്ടിക്കും അമ്മയ്ക്കും അത് പിന്നീട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇതുപോലൊരു കണ്ടീഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് മെഡിറ്റേഷൻസ്, അതിൻ്റെ കൂടെ തന്നെ ബാലൻസ്ഡ് ഡയറ്റ്, വാക്കിംഗ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ, എപ്പോഴാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്, ഇതുപോലത്തെ ബേസിക് കാര്യങ്ങളാണ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്കായി ഫോളോ ചെയ്യാം. വീണ്ടും കൂടുതൽ വീഡിയോകളായിട്ട് കാണാം. താങ്ക് യു.